കോവിഡ് ടൈമിൽ ഇപ്പം ഒരു വർക്ക് ചെയ്ത ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ഹെൽത്ത് കെയർ സെക്ടർ മാത്രമാണ്, അപ്പം ഹോസ്പിറ്റൽസ് മെയിൻലി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞ് എന്തുകൊണ്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു കോഴ്സ് ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ആരോണിനെ പറ്റി അറിയുന്നതും. അങ്ങനെ ആരോണിൽ വന്ന് എല്ലാം എൻക്വയറി ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ആരോണിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ടീച്ചിങ്സ് എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. അങ്ങനെ 6 മന്ത് കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കോഴ്സ് വളരെ നല്ല കോഴ്സാണ്. അപ്പം മെയിനായിട്ട് എനിക്കൊരു അട്രാക്ട് ചെയ്ത കാര്യം അവിടുത്തെ ഫാക്കൽറ്റീസാണ്. ബിക്കോസ് നമുക്ക് ടിപ്പിക്കലി ഒരു ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മൈൻഡിൽ ഒരു പെർസെപ്ഷൻ കാണും. പക്ഷേ ഇത് നേരെ ഒരു എന്താണ് ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആകുമ്പോൾ നമുക്ക് പല ഡൗട്ട്സ് വയ്ക്കാനൊക്കെ വളരെയധികം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പം അവിടുത്തെ ഫാക്കൽറ്റീസിനെ എനിക്ക് എടുത്തു വരേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പം ആരോൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഞങ്ങളുടെ ബാച്ചിൽ എസ്പെഷ്യലി നമുക്ക് ആരോണായിട്ട് മെയിനായിട്ട് ഒരു റിലേഷൻ നമുക്ക് സ്റ്റഡീസ് ആണ്. അപ്പോൾ സാർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാച്ചിൽ വരും, മീൻസ് ബ്രാഞ്ചിൽ വരും. സാറ് വന്നതിന് സാറ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്റർവ്യൂ ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇന്റർവ്യൂവിന് പോകാം. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എന്ത് കാര്യം ശ്രദ്ധിക്കണം, എസ്പെഷ്യലി പോസ്റ്റേഴ്സ് ഗസ്റ്റേഴ്സ് ആൻഡ് എങ്ങനെ സംസാരിക്കണം, ഈവൻ ഒരു ഡോർ എങ്ങനെ നോക്കുകയാണെങ്കിൽ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ്. ആരോൺ കണ്ടിട്ട് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇവൻറ്റ്സ് മെയിൻലി ഓണം സെലിബ്രേഷനൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ ഹാലോവൻ ഡേ, അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തു. നമ്മൾ ടീച്ചേഴ്സും മീൻസ് സ്റ്റുഡൻസും ഫാക്കൽറ്റീസൊക്കെ ഒരുമിച്ചാണ് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അതല്ലാതെ വേറെ 2 ഇവൻറ്റ്സ് പറഞ്ഞു. അതിലൊന്നാണ് BLS, ബേസിക് ലൈഫ് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിൽ നമുക്ക് കിട്ടിയത് ഡോക്ടർ സൗരവാണ്, ഇസ് ഫ്രം BMH. സോ സാർ വന്ന് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്നു. അതായത് ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട്, അതായത് CPR എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, അതായത് എല്ലാവരെയും വിളിച്ച് സ്റ്റേജ് നിർത്തിയിട്ട് എല്ലാവരെയും ഒന്ന് സാർ ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് വളരെയധികം നല്ലൊരു ഇതായിരുന്നു. സെക്കൻഡാണ് ഫയർ ആൻഡ് സേഫ്റ്റി. അപ്പം നമുക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫയറൊക്കെ വരുവാണെങ്കിൽ നമ്മളെങ്ങനെ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് മീൻസ് പഠിക്കാൻ പറ്റി ആ 2 ക്ലാസ്സിൽ നിന്നും. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്നിവിടെ വരാനും ഈ ഒരു കോൺവെർഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പോൾ ഇന്നിവിടെ ഫ്രഷേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഫോർ ചൂസിങ് ആരോൺ. സോ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാനും എല്ലാവർക്കും നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു പൊസിഷൻ കിട്ടട്ടെ ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ആരോൺ ഇപ്പോൾ ഐ തിങ്ക് ഫ്രോം 8 years ആരോൺ ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി ഇൻ കേരള. ഐ തിങ്ക് ആഫ്റ്റർ കമ്മിങ് ഇയേഴ്സ് ആരോൺ ക്യാൻ ഈവൻ ഡെവലപ്പ് മച്ച് ബെറ്റർ ദാൻ ദിസ്. വരും സ്റ്റുഡൻസിനും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ആരോൺ.